to work with object box with name tags. Watch me carefully. I'm going to show you how to work with object box with the name tags. The materials are mat, tray, object box. ഇത് എ സൗണ്ട്സ് വെച്ചിട്ടുള്ള ഒബ്ജക്റ്റ് ബോക്സ് ആണ്. ഇതുപോലെ എ ഇ ഐ ഒ യു ഇങ്ങനെ 5 ബോക്സ് ഉണ്ടാകും. എ ഇ ഐ ഒ യു എന്നുള്ള വവൽസിൽ വെച്ചിട്ടുള്ള 5 ബോക്സും കൂടാതെ ഒരു മിക്സ്ഡ് ബോക്സും ഉണ്ടാകും. അതായത് ഈ വവൽസ് എല്ലാം മൊത്തത്തിൽ ടോട്ടലി വവൽസിൽ വന്നിട്ടുള്ള ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ബോക്സും ഇതിലുണ്ടാകും. സോ ദിസ് ഈസ് ആ. ഓരോ ഒബ്ജക്റ്റ് എടുത്തിട്ട് നമുക്ക് കുട്ടിനോട് ചോദിക്കാം, ക്യാൻ യു ഐഡൻറ്റിഫൈ ദിസ്, ഡു യു നോ വാട്ട് ഇസ് ദിസ്, അങ്ങനെ എന്ത് ക്വസ്റ്റ്യനും കുട്ടിനോട് ചോദിക്കുക. ജസ്റ്റ് ഒന്ന് അവൻ അറിയുന്നുണ്ടോ എന്നുള്ളത്, അറിയാവോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കുട്ടിനോട് ചോദിക്കുക. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ഓരോന്നിൻ്റെയും പേര് പറഞ്ഞുകൊണ്ട് മാറ്റിലേക്ക് പ്ലേസ് ചെയ്യുക. മാറ്റിലേക്ക് പ്ലേസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ബോക്സ് ഒരിക്കലും കുട്ടിയുടെ സൈഡിലാകരുത്. അതിന് കാരണം ബോക്സ് കുട്ടി ഇരിക്കുന്ന സൈഡിലായാൽ, ഈ ഒരു വശത്താണ് കുട്ടി ഇരിക്കുക, ലെഫ്റ്റ് സൈഡിലാണ് കുട്ടി ഇരിക്കുക. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ നമ്മൾ കുട്ടിയുടെ സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ അത് അവനെടുത്ത് അത് കളിക്കും. സോ അവൻ്റെ ശ്രദ്ധ അതിലായിപ്പോവും. അതുകൊണ്ട് നമ്മൾ നമ്മുടെ സൈഡിൽ, അതായത് റൈറ്റ് സൈഡിൽ ബോക്സ് പ്ലേസ് ചെയ്യുക. ശേഷം മെറ്റീരിയൽസ് എടുത്തിട്ട് കുട്ടിനോട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറയാം. അവനറിയുന്നില്ല എന്നുണ്ടെങ്കിൽ നോ പ്രോബ്ലം, നമ്മൾ ഓരോന്ന് എടുത്തിട്ട് മാറ്റിലേക്ക് പ്ലേസ് ചെയ്യുമ്പോൾ പറഞ്ഞിട്ട് വെക്കുക, എന്താണ് എന്നുള്ളത് പറഞ്ഞിട്ട് വെക്കുക. ഡു യു നോ വാട്ട് ഇസ് ദിസ്? ദിസ് ഇസ് പാൻ. This is pan. What is this? This is van. Van. What is this? Do you know what is this? This is tag. This is tag. What is this? This is mat. This is mat. This is cat. ഇതതിൻ്റെ നെയിം കാർഡാണ്. ഇത് നമ്മൾ ഓരോന്ന് വായിച്ചു കൊടുക്കുക. ലൈക്ക് ദിസ് ഇസ് ഹാൻ. ഹാൻ. Which is the pen? Yes, this is pen. One. This is one. What is one? Can you identify the one? Yes, this is the one. Can you read this? അടുത്ത സെക്ഷൻ നമുക്ക് കുട്ടിയോട് ചോദിക്കാം. നമ്മൾ വായിച്ചു കൊടുക്കുന്നതിനേക്കാളും നല്ലത് അവനോട് ചോദിക്കുക, വാട്ട് ഇസ് ദിസ്. അപ്പോൾ കുട്ടി വായിക്കും ടാഗ്. ചിലപ്പോൾ സോങ്സ് ഓരോന്നും എടുത്തിട്ട് വായിക്കാം. അതല്ല കൂടുതൽ വായിക്കാൻ അറിയുന്ന കുട്ടിയാണ് എന്നുണ്ടെങ്കിൽ ഒറ്റയടിക്ക് വായിക്കും ടാഗ്. ദിസ് ഇസ് ടാഗ്. ശേഷം ഓരോ കാർഡ്സ് നമുക്കിത് കുട്ടിക്ക് കൊടുക്കാം, അവനോട് പ്ലേസ് ചെയ്യാൻ പറയാം. അങ്ങനെ കുട്ടി ഓക്കെ ആണ്, ഇത് ചെയ്യാൻ അവൻ പ്രാപ്തനാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ള കാർഡ്സ് കുട്ടീനെ ഏൽപ്പിക്കാം, എന്നിട്ട് അവനോട് ചെയ്യാൻ പറയാം. മാച്ച്. അതിനുശേഷം നമുക്ക് ഓരോന്നും ഒന്നും കൂടെ റിവൈൻ ചെയ്യാം. അതായത് ദിസ് ഇസ് പാൻ, pan, this is van,
a van. T a g cat. M a t match. T a t catch. ശേഷം ഓരോന്നും റിപ്ലേസ് ചെയ്യാൻ എടുക്കുക. Do you know what is this? This is pack. This is jet. This is hand. This is leg. ആദ്യം നമ്മൾ എ സൗണ്ട്സിൽ വെച്ചിട്ടുള്ള വവൽസിൽ വെച്ചിട്ടുള്ള മെറ്റീരിയൽസും കാര്യങ്ങളും കുട്ടിക്ക് കൊടുക്കും. സോ അത് ആ ഒരു സെക്ഷന്, അതായത് എ സൗണ്ട്സ് വെച്ചിട്ടുള്ളത് കൊടുത്തതിന് ശേഷമാണ് ഈ സൗണ്ട്സിൽ വെച്ചിട്ടുള്ളത് കൊടുക്കുന്നത്. അതുകൊണ്ട് ആദ്യം ചെയ്ത വർക്ക് തന്നെ ആയതുകൊണ്ട് കുട്ടിക്ക് ഇത് കാണുമ്പോഴേക്കും മനസ്സിലാവും ഇനി ഇതെന്താണ് ചെയ്യാനുള്ളത് എന്നുള്ളത്. അപ്പോൾ ജസ്റ്റ് ഒബ്ജക്ട്സ് നമ്മൾ വെച്ചതിന് ശേഷം കാർഡ്സ് കുട്ടിക്ക് കൊടുക്കുക, കുട്ടിനോട് ചെയ്യാൻ പറയാം. എന്നിട്ട് അപ്പോൾ കുട്ടി ഓക്കെ ആയിട്ട് ഈ ഓരോന്നും ഐഡൻറ്റിഫൈ ചെയ്തിട്ട് വെക്കും. ഇനി ഇതിൻ്റെ ഒന്നും പേര് കുട്ടിക്ക് മനസ്സിലാവുന്നില്ല, അറിയാത്ത വേർഡ്സ് ആണ് എന്നുണ്ടെങ്കിൽ, അറിയാത്ത ഇതൊന്നും ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയാത്ത തിങ്സ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോന്നും കുട്ടി വെക്കുമ്പോൾ പറഞ്ഞു കൊടുക്കാം. അതായത് ദിസ് ഇസ് പെഗ്, ക്യാൻ യു ഐഡൻറ്റിഫൈ ഇൻ ദിസ് സെക്ഷൻ എന്ന് ചോദിച്ചിട്ട് കുട്ടിനോട് പെഗ് എന്നുള്ളത് ഓരോന്ന് റീഡ് ചെയ്യിപ്പിക്കുക. കുട്ടി ഇങ്ങനെ നോക്കും, ദിസ് ഇസ് പെഗ്, പെഗ് PEG പെഗ്. അത് ഐഡൻറ്റിഫൈ ചെയ്യും. നെക്സ്റ്റ് നോക്കും, വട്ട് ഇസ് ദിസ്? ദിസ് ഇസ് ജെറ്റ്, ജെറ്റ്. ദിസ് ഇസ് നെറ്റ്, ജെറ്റ്, jet. This is jet. This is net. Yes, this is net. What is this? This is pen. Pen. This is pen. This is pen. This is leg. This is peg. Peg. This is jet. 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 This is net. 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 Pen. Hen. Leg.